പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. കുറെ നാളായിട്ട് പലരും പരാതി പറയുന്ന, ചേച്ചി ഒരു പുഡിംഗ് ഇടുന്നില്ല, ഒരു ഈസി പുഡിംഗ് ഇടണേന്ന്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിംഗ് ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. ഇതിനു മുമ്പ് ഇപ്പോൾ ഇടുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട്, ഫ്രൂട്ട് സലാഡ്, അതുപോലെ സോയ ചങ്ക്സ് ഉലർത്തിയത്, ഗോതമ്പ് കൊണ്ടുള്ള ഐസ്ക്രീം, ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഐസ്ക്രീം, ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. സ്പെഷ്യൽ മാങ്ങാ പായസം കുറേ പേര് ഇത് ട്രൈ ചെയ്തു. അപ്പൊ മാങ്ങാ പായസത്തിൽ എനിക്കൊരു കമന്റ് വന്നിരുന്നു. നമ്മുടെ റെഗുലർ വ്യൂവറായ പട്ടാമ്പി ബഷീർ സൗദിയിലാണ്. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം മാങ്ങാ പായസം ഉണ്ടാക്കി കൊടുത്തു. കൂട്ടുകാർ വീണ്ടും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ചേച്ചി ഞാൻ ഇന്ന് വീണ്ടും ഉണ്ടാക്കാൻ പോവാ, അവർക്കൊരു സ്പെഷ്യൽ ഹായ് പറയണമെന്ന് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബഷീറിന്റെ കൂട്ടുകാരായ സഫീർ, മനോജ്, സക്കീർ, ഈ 3 പേർക്കും ബെൻസി ചേച്ചിയുടെ വക ഒരു സ്പെഷ്യൽ ഹായ്. ബഷീർ മാത്രമല്ല, നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് ഇതുപോലെ കമന്റ് ഇടണേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കമന്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന് എനിക്ക് പകരം തരാൻ ഇങ്ങനെ കുറെ റെസിപ്പികളും നന്ദിയും മാത്രമേ ഉള്ളേ. അപ്പൊ ഇനി കൂടുതൽ പറഞ്ഞ് സെൻഡിയാക്കുന്നില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈസി പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു ടിപ്പ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർക്ക് വേണ്ടി പറയാം. നമുക്ക് പാൽ എളുപ്പത്തിൽ കിട്ടാൻ മിക്സിയിലിട്ട് ലേശം വെള്ളം ചേർത്തൊന്ന് അരച്ചാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കണം. 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഒറ്റ പാലിന്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ജാറാണെങ്കിൽ ഈ തേങ്ങ ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് അടിച്ചെടുക്കരുത്, തെറിച്ചു പോകും. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇവിടെ ഇപ്പോ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച ശേഷം നിങ്ങൾക്ക് അരിപ്പയിൽ വെച്ച് അല്ലെ തുണിയിൽ വെച്ചോ എങ്ങനെ വേണേലും അരിച്ചെടുക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയ തേങ്ങാപ്പാല് ഈ ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് ഉണ്ട്. ഞാനിപ്പോ 1.25 ഗ്ലാസ് പറഞ്ഞു, നിങ്ങൾക്ക് അത്രയും വേണമെന്നും പറഞ്ഞ് വളരെ കുറച്ച് മാത്രം തേങ്ങ എടുത്ത് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ അത് കൊള്ളില്ല. നമ്മുടെ തേങ്ങാപ്പാല് അത്യാവശ്യം നല്ല കട്ടി വേണം, അതിനനുസരിച്ച് തേങ്ങ എടുത്തോണം. ഞാനിപ്പോ അരമുറി തേങ്ങ എടുത്തെന്ന് പറഞ്ഞു, അത്യാവശ്യം നല്ല തേങ്ങ തിരുമിയപ്പോ ഉള്ളതായിരുന്നു ആ തേങ്ങ. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ കയ്യിൽ തേങ്ങ വലുതായിരിക്കാം, ചെറുതായിരിക്കാം, അതനുസരിച്ച് മാറ്റം വരാം. പക്ഷെ നമ്മുടെ തേങ്ങാപ്പാലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലായിരിക്കണം. ഇനി ഞാൻ ഇതിൽ നിന്നും ലേശം ഈ പാത്രത്തിലോട്ട് മാറ്റുക, ഒരു 1/4 ഭാഗം. ആ മാറ്റിയതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, വീട്ടിൽ തന്നെ കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കുന്ന വിധം. അതുകൊണ്ട് ഞാനൊരു ഫ്രൂട്ട് സലാഡും ഇട്ടിരുന്നു. അപ്പോ ആ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ഇട്ടേക്കാം. ഫ്രൂട്ട് സലാഡിൽ കുറെ പേര് അതിന്റെ ലിങ്ക് ചോദിച്ചിരുന്നു, ഞാൻ ഓൾറെഡി ലിങ്ക് തന്നിട്ടുണ്ട്. ഞാനിപ്പോ ഈ സ്പൂണിന് നേരെ ഇതുപോലെ ഇതേ അളവിന് 3 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചേർത്ത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്താൽ മതി. ഇപ്പൊ ഇത്രയത്തിൽ നിൽക്കട്ടെ. ഇത് കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം, ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിങ്. പുറത്ത് നല്ല മഴയാ, അതിൻ്റെതായിട്ടുള്ള സൗണ്ട് പ്രോബ്ലം ഉണ്ട്, ക്ഷമിക്കണേ. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ഇട്ട് കലക്കിയതല്ല, മറ്റേത്. തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുന്നേ. ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ, ഇളക്കി കൊടുക്കണേ. ഇപ്പോ നമ്മുടെ തേങ്ങാപ്പാല് നന്നായിട്ട് ചൂടായി, നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് നമ്മള് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ തേങ്ങാപ്പാലൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം. നിങ്ങൾക്ക് ഫ്ലേവർ വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം, പൈനാപ്പിൾ എസൻസ് ചേർക്കാം, മാംഗോ എസൻസ് വേണേൽ അത് ചേർക്കാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പൊ ബൂസ്റ്റോ ബോൺവിറ്റയോ, അതായത് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള എന്തുണ്ടെങ്കിലും ലേശം തേങ്ങാപ്പാലിൽ കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന്റെ ടേസ്റ്റ് മാറ്റം വരുത്താം. ഇതിന്റെ മധുരം ഒന്ന് നോക്കിയ ശേഷം നമുക്ക് ലേശം മധുരം കൂടി ചേർത്ത് കൊടുക്കാം. ലേശം മധുരം കൂടി വേണം. മധുരത്തിന്റെ അളവ് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചേർക്കാമേ. ഞാനിപ്പോ ഒരു 3 ടീസ്പൂൺ ഇട്ടു. ഇപ്പൊ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു.
നമുക്ക് ലേശം കൂടി ഇടേണ്ടി വരും, അല്പം കൊഴുപ്പ് കുറവാ. ഒരു 2 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. പുറത്ത് പേര് മഴയാണ്. ഇനി പഞ്ചസാരക്ക് പകരം ശർക്കര യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് ലേശം തേങ്ങാപ്പാലില് ശർക്കര മിക്സ് ചെയ്തിട്ട് അതും യൂസ് ചെയ്യാം. ഏലക്കയുടെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ ഏലക്ക ചേർക്കാം. നമുക്ക് എന്ത് ടേസ്റ്റ് വേണോ അതനുസരിച്ച് എങ്ങനെ വേണേലും മാറ്റം വരുത്താമേ. ഇപ്പോ നല്ല ക്രീമി പരുവമായിട്ടുണ്ട്, കണ്ടോ. നമ്മളിപ്പോ കസ്റ്റർഡ് പൗഡർ യൂസ് ചെയ്തത് ടോട്ടൽ 5 ടീസ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ കസ്റ്റർഡ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. കോൺസ്റ്റാർച്ച് ഉണ്ടെങ്കിൽ, അതായത് കോൺഫ്ലോറിന്റെ പൊടി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്താൽ മതി. ആദ്യം ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ തേങ്ങാപ്പാലിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ മിക്സ് ചെയ്ത കണക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കട്ടിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 1-2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ 5 ടീസ്പൂൺ കോൺസ്റ്റാർച്ച് ഇട്ട് കൊടുക്കരുത്. ഇനി ഈ കസ്റ്റർഡ് പൗഡർ യൂസ് ചെയ്യുന്നവർ അതിലും വ്യത്യാസം വരാം. കാരണം കസ്റ്റർഡ് പൗഡർ എന്ന് പറയുന്നത് പാൽപ്പൊടി, പഞ്ചസാര, കോൺഫ്ലോർ ഇത് മിക്സ് ചെയ്യുന്നതാണ്. അതിൽ കോൺഫ്ലോറിന്റെ അംശം കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ടി കിട്ടത്തില്ല. നമ്മുടെ പുഡിങ്ങിന് കട്ടി കൂട്ടാൻ സഹായിക്കുന്നതാണ് ഈ കോൺസ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റർഡ് പൗഡർ യൂസ് ചെയ്യുന്നവർ 5 ടീസ്പൂൺ യൂസ് ചെയ്തിട്ടും കട്ടി കിട്ടുന്നില്ല എങ്കിൽ ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതുപോലെ ഇളക്കി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടും കട്ടി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺസ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു 3-4 തുള്ളി പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പൊ ഇത് നല്ല പരുവമായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ച് തണുപ്പിക്കാൻ വെക്കുന്നത് അതിലോട്ട് ഉടൻ തന്നെ മാറ്റണം. അതിനുശേഷം ആ പാത്രം കുറച്ചു നേരം പുറത്തിരുന്ന് ആ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം ഫ്രിഡ്ജിലാക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ആ പാചകം ചെയ്ത പാത്രത്തിൽ തന്നെ വെച്ച് തണുത്ത ശേഷം വേറെ പാത്രത്തിലോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് കട്ടിയാവും. പിന്നെ അത് മാറ്റാൻ ഒത്തിരി ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഉടൻ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പൊ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കട്ടെ. ഫ്രീസറിലല്ല വെക്കുന്നേ, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. നമ്മുടെ കോക്കനട്ട് പുഡിംഗ് ഇപ്പൊ ഒരു 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു. ഇത് ഫ്രിഡ്ജിന്റെ കൂളിങ്ങിലും ഡിപ്പെൻഡ് ആണ്. ഇനി നമുക്കിത് ഇളക്കാം. ഇതിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്റെ കേക്കിന്റെ മോൾഡ് ഉണ്ടായിരുന്നു, കപ്പ് കേക്കിന്റെ മോൾഡ് ഉണ്ടായിരുന്നു, അതിലും 2 എണ്ണം വെച്ചായിരുന്നേ. അപ്പൊ നമ്മുടെ കോക്കനട്ട് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തണുപ്പിക്കണമെങ്കിൽ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒന്ന് ചെക്ക് ചെയ്താൽ മതി കട്ടിയാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഫ്രീസറിൽ വെക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഐസ് പോലെ തണുത്ത് പോവരുത്. ഇതുപോലെ ഇളക്കാൻ പരുവത്തിന് ലേശം ഒന്ന് ഫ്രീസറിൽ കുറച്ചു നേരം ഒന്ന് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാൻ. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.